മാഷാ അല്ലാ അൽഹംദുലില്ലാ. അപ്പോൾ ഉംറയെല്ലാം കഴിഞ്ഞ് അപ്പോൾ അടുത്ത ചടങ്ങ് എന്ന് വെച്ചാൽ മുടിയെടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ ഈ മുടി ഞാനിപ്പോൾ എടുക്കാത്ത ഏകദേശം 1 വർഷമായി. അപ്പോൾ ഞാനൊരു 3-4 മാസം മുമ്പാണ് ഇങ്ങനെ വിചാരിച്ചത്, ഞാൻ എന്നെ ഉംറയ്ക്ക് പോയതിന് ശേഷം ഞാൻ മുടിയെടുക്കുള്ളൂ. ചെറിയൊരു നിയത്ത് വെച്ചാണ് ഞാൻ ഉംറയ്ക്ക് പോയിട്ട് മുടിയെടുക്കാനായിട്ട് ചെറിയ എൻ്റെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിനുള്ള അവസരം വളരെ പെട്ടെന്ന് വന്നു. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇത്ര പെട്ടെന്ന് വരുന്നിട്ട്, ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ദുബായിലുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ വിചാരിച്ചു ഉംറയ്ക്ക് പോയിട്ടായിട്ട് എടുക്കാമെന്ന്. പക്ഷേ ദുബായിൽ നിന്ന് പിന്നെ ഖത്തർ പോയി, ഖത്തറിൽ നിന്ന് നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരാനുള്ള അവസരം കിട്ടി. ഏകദേശം ഞാൻ ഉംറ വിചാരിക്കുന്നതിന് 10 വർഷത്തിന് മുകളിലായി. ഇപ്പം ഞാൻ ഇതൊരു നിയത്ത് വെച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റി. അപ്പോൾ അൽഹംദുലില്ലാ, നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ഒരു നിയത്ത് വെച്ചിട്ട് ഇറങ്ങിയാലും അള്ളാഹ് പെട്ടെന്ന് ഇത് പൂർത്തിയാക്കി തരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ മുടിയെടുക്കുന്ന സ്ഥലത്ത് ഫുള്ള് ക്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ മുടി കളയുന്ന സ്ഥലം. 360 ഡിഗ്രി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഭയങ്കര തിരക്കുണ്ട്, ക്യൂ ആണ്. അജ്മറിൽ ക്യൂ വന്നിട്ടുണ്ട്. चिको हाजी साहब हाथ चिको बंदा तड़ना दूसरा गाहक खा गया है। कराने जिस तरह का तुम बोलेगा मशीन लगानी है। ऋषि भाई अच्छी को थोड़ा जा देशी क्या कहना तुम यार काम वाला ना हो तुम साफ गाड़ी नहीं है। कहते भी